ഇന്ന് നമുക്ക് ഗോതമ്പൊടിയും മുട്ടയും കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല സ്വാദുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് തേങ്ങയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഗോതമ്പൊടിയും മുട്ടയും പഞ്ചസാരയും തേങ്ങയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ആദ്യം തന്നെ മിക്സ് ചെയ്യുക. ഗോതമ്പൊടി ആയതുകൊണ്ട് കട്ട കുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇതേപോലെ ഒന്ന് ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഒന്നിച്ച് വെള്ളമൊഴിക്കരുത്. ഗോതമ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട കുത്തും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇതേപോലെ ഒന്ന് അടിച്ചടിച്ച് തയ്യാറാക്കാം. അപ്പോൾ ഒന്നും കൂടി ലൂസാവണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം നല്ല ഫ്ലഫി ആയിട്ടിരിക്കും. ഇത്രേ ഉള്ളൂ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. വളരെ എളുപ്പമാണ്. അപ്പോൾ രാവിലെ വൈകിട്ടൊക്കെ നമുക്ക് ചായയോടൊപ്പമൊക്കെ കൊടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതേപോലെ ഇരിക്കണം ബാറ്റർ. അധികം ലൂസാവരുത്. ഇതേപോലെ ഒരു തിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതൊന്ന് സിമ്മിലാക്കുക. എന്നിട്ട് ഒരു തവി മാവ് എടുത്തൊഴിച്ച് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇത്തിരി കനത്തിലാണ് ഞാൻ പരത്തി കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് അടച്ചു വെക്കാം. ഒരു വശം ഒന്ന് പാകമായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുക. ഒന്നും കൂടി അടച്ചു വെക്കാം. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ? ഇപ്പോൾ രാവിലെയൊക്കെ കുട്ടികൾക്കൊക്കെ ക്ലാസ്സിൽ പോകാൻ നേരത്ത് പെട്ടെന്നൊരു റെസിപ്പി ഉണ്ടാക്കാൻ പറഞ്ഞ് നമുക്ക് ഇതേപോലെ തയ്യാറാക്കാം. നല്ല അടിപൊളി സ്വാദുള്ള നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ നല്ല സ്വാദുമാണ്. അപ്പോൾ ഗോതമ്പൊടിയും നെയ്യും പഞ്ചസാരയും മുട്ടയും എല്ലാം ചേർന്നുകൊണ്ട് നല്ല ഹെൽത്തി ആയ റെസിപ്പിയാണ്. ഇതേപോലെ ഒന്ന് തയ്യാറാക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.